സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ കുരുക്കി പോറ്റിയുടെ മൊഴി. ഉദ്യോഗസ്ഥരുമായി വലിയ ഗൂഢാലോചന നടന്നു. കൽപേഷിനെ കൊണ്ടുവന്നത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കൃത്യമായി പേര് പറഞ്ഞ് എങ്ങനെ ഈ ഗൂഢാലോചന നടന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിവരിച്ചിട്ടുണ്ടോ? തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആരൊക്കെ വലയിലാകും? സ്വർണം കടത്തുവാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു നിലപാട് കൂടി ഈ മൊഴി നൽകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, താൻ ശബരിമലയിലെ സ്പോൺസറായി എത്തുന്ന സമയത്ത് ആ സമയം മുതൽ ഗൂഢാലോചന നടന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം ഗൂഢാലോചനയെക്കുറിച്ചോ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചോ ഒന്നും പ്രതിപാദിച്ചിരുന്നില്ല. ദേവസ്വം വിജിലൻസിന് മൊഴി നൽകുമ്പോൾ അന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് തനിക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് കിട്ടിയത് ചെമ്പ് തകിടായിരുന്നു, അതിൽ സ്വർണം പൂശി നൽകി, അതിന്റെ സ്പോൺസറായിരുന്നു താൻ എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ ഒരു സമയം SITക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ശബരിമല സന്നിധാനത്തെ പാളികൾ, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അത് ഉരുക്കി സ്വർണം വേർപെടുത്തി സ്വർണം വീതിച്ചെടുത്തു, പങ്കിട്ടെടുത്തു എന്നൊരു മൊഴിയാണ് അയാൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വർണം ഉരുക്കി പങ്കിട്ടെടുത്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വിശ്വാസമില്ല. കാരണം അതിനപ്പുറമുള്ള സാമ്പത്തിക നേട്ടം ആ പാളി ഉപയോഗിച്ച് നേടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനുള്ളത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു പേര് കൽപേഷാണ്. കൽപേഷിന്റെ പേരുമായി സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി, അയാൾ സ്വർണം ഇടപാടുകാരനാണ്. ഈ ഉരുക്കിയെടുത്ത സ്വർണം അയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കൽപേഷ് ഇടപെട്ട് തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ കൽപേഷിനെ ഇടപെടിച്ച് തുടങ്ങിയിരുന്നു എന്നുള്ള മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി വൈകിയും ആ ചോദ്യം ചെയ്യൽ തുടർന്ന ഘട്ടത്തിലാണ് ഈ ഏകദേശ കുറ്റസമ്മതം, ഏതായാലും ഈ സ്വർണം തട്ടിയെടുത്തു എന്നുള്ളൊരു കുറ്റസമ്മതം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തുടർന്നാണ് വെളുപ്പിന് 3 മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തി 4 മണിയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തി. രാവിലെയോടെ SP ശശിധരനും ഒപ്പം തന്നെ SP ബിജോയും ഈ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം SP ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നില്ല. അദ്ദേഹം രാവിലെയാണെത്തി ആ 2 SP മാരും കൂടി ഇരുന്ന് ഒരു ഘട്ട ചോദ്യം ചെയ്യലും കൂടെ പൂർത്തിയാക്കിയ ശേഷമാണ് 8:30യോടെ ഈഞ്ചക്കൽ ഓഫീസിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അതിപ്പോൾ നമ്മൾ വാളകത്തുനിന്ന് തിരിഞ്ഞ് പത്തനാപുരം വഴിയാണ് ഇപ്പോൾ പോകുന്നത് റാന്നിയിലേക്ക്. ഇതിപ്പോൾ ആവണീശ്വരം കഴിഞ്ഞ് ഏതാണ്ട് പത്തനാപുരം എത്താറായി. അല്പസമയത്തിനകം, ഏതാണ്ട് ഇനി ഒരു മണിക്കൂറിനകം റാന്നിയിൽ കോടതിയിൽ എത്താനാണ് സാധ്യത. നേരെ റാന്നി കോടതി മുറിക്കുള്ളിൽ എത്തിക്കാനുള്ള ഒരു ആലോചനയാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്ര വൈകി. നേരത്തെ 7 മണിക്ക് രാവിലെ ഇറങ്ങുമെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. പക്ഷേ അത് 1.5 മണിക്കൂർ വൈകി ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ടയിൽ എവിടെയും കൊണ്ടുവന്ന് പോറ്റിയെ മറ്റൊരു സ്ഥലത്ത് ഇരുത്താനുള്ള പരിപാടിയില്ല, നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കോടതിയിലെത്തുമ്പോൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൂടി ഇന്ന് കൊടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പോറ്റിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ പോയി തെളിവെടുപ്പ് നടത്താനുണ്ട്. ഈ സ്വർണം വീണ്ടെടുക്കാനുണ്ട്. സ്വർണത്തിന്റെ റിക്കവറി പ്രധാനമാണ്. മറ്റൊന്ന്, ഈ പോറ്റിയെ ഹാജരാക്കുമ്പോൾ തന്നെ പോറ്റിയുടെ അഭിഭാഷകർ ജാമ്യാപേക്ഷയും സമർപ്പിക്കും ഇന്ന് തന്നെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇന്ന് പോറ്റിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് ജാമ്യാപേക്ഷയിലും കസ്റ്റഡി ആപ്ലിക്കേഷനിലും, കാരണം കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ കൂടി വരികയാണെങ്കിൽ ആർഗ്യുമെന്റ് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ആർഗ്യുമെന്റിനുള്ള അവസരം നാളത്തേക്ക് മാറ്റുമോ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ കസ്റ്റഡി കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് കോടതി നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അറിയാം. പക്ഷേ ഇന്ന് കോടതിയിൽ ഈ പോറ്റിക്കൊപ്പം SIT നൽകുന്ന റിമാൻഡ് റിപ്പോർട്ട്, ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകും FIR ഇട്ട ശേഷം SIT ഈ പോറ്റിയിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള കാര്യം. കാരണം എവിടെയാണ് ഇപ്പോൾ ഈ പോറ്റിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയത്, പോറ്റിയുടെ റോൾ എന്താണ്, മറ്റാർക്കൊക്കെ റോളാണ് ഇതിലുള്ളത് എന്നത് കൃത്യമായി ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഏകദേശം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതാകും ഏകദേശം നടന്നിട്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. മറ്റൊന്ന്, പോറ്റി കൊടുത്തിരിക്കുന്ന ഗൂഢാലോചന സംബന്ധിച്ച മൊഴി, അത് ദേവസ്വം ഉദ്യോഗസ്ഥരെ കരുവാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ മുതൽ
മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് വരേണ്ടി വരും. ഒരുപക്ഷെ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ ഈ ആരോപണ വിധേയരായ പ്രതിപട്ടിക ആനന്ദനിലേക്ക് വരാം.